സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഏറെ ചർച്ചയായി മാറിയിരുന്നു. മലയാളത്തിൽ ട്രെൻഡ് സെറ്ററായി മാറിയ സൂപ്പർ ഹിറ്റ് ചിത്രം ആറാം തമ്പുരാന്റെ ലൊക്കേഷനിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ സംവിധായകൻ രഞ്ജിത്ത് മർദ്ദിച്ചുവെന്നാണ് ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയത്. ഷൂട്ടിംഗിന്റെ ഇടവേളയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഒരു തമാശ രഞ്ജിത്തിനെ ചൊടിപ്പിച്ചെന്നും രഞ്ജിത്ത് നടന്റെ കർണം തടിച്ചുവെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. സംഭവം ഒടുവിൽ ഉണ്ണികൃഷ്ണന് വലിയ ഷോക്കായിപ്പോയെന്നും അതിൽ നിന്ന് മോചിതനാവാൻ കാലങ്ങൾ വേണ്ടിവന്നെന്നും അഷ്റഫ് പറഞ്ഞു. കരിയറിന്റെ തുടക്കത്തിൽ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്ന രഞ്ജിത്തിന്റെ സ്വഭാവത്തിൽ പിന്നീട് വലിയ മാറ്റമുണ്ടായി. അതിന്റെ തിക്താനുഭവങ്ങളാണ് രഞ്ജിത്ത് ഇപ്പോൾ നേരിടുന്നതെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. വിഷയത്തിൽ പ്രതികരണവുമായി സംവിധായകനും രഞ്ജിത്തിന്റെ സുഹൃത്തുമായ പത്മകുമാർ എത്തി. യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ ചില സിനിമാ പ്രവർത്തകർ നടത്തുന്ന തറവേലയാണ് രഞ്ജിത്തിനെതിരായ അഷ്റഫിന്റെ ആരോപണമെന്നാണ് പത്മകുമാർ തുറന്നടിക്കുന്നത്. 1996 നടന്ന സംഭവത്തിൽ പ്രതികരിക്കാൻ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങിയ 2024 വരെ കാത്തിരിക്കേണ്ടി വന്നുവെന്നും പത്മകുമാർ ആരോപിക്കുന്നു. ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഏറെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും കഴിഞ്ഞുപോകുന്ന രണ്ടുപേരാണ് ഒടുവിലും രഞ്ജിത്തും. ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിൽ സംഭവിക്കുന്ന സൗഹൃദ സദസ്സുകളിലൊന്നിലുണ്ടായ ക്ഷണികമായ ഒരു കൊമ്പുകോർക്കലും ഒടുവിലിന്റെ വാക്കുകൾ സഭ്യതയുടെ അതിരുകടക്കുന്നുവെന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് അത് തിരുത്തിയതും അത് ചെറിയൊരു കയ്യാങ്കളിയുടെ വക്കുവരെ എത്തിയതും അല്പസമയത്തിനകം എല്ലാം മറക്കുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്ത ഒരു ചെറിയ സംഭവമാണ് സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടനാത്മക വാർത്തയായി അഷ്റഫ് അവതരിപ്പിക്കുന്നത്. അതും 28 വർഷങ്ങൾക്ക് ശേഷം. അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് ആൾക്കൂട്ട കയ്യടി വാങ്ങി ഇല്ലാതാക്കാമെന്ന് വിചാരിക്കരുത്. ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ കുറച്ചുകൂടി മ്ലേച്ഛമായ മറ്റു വഴികൾ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്നും പത്മകുമാർ പറയുന്നു. പത്മകുമാറിന് മറുപടിയുമായി ആലപ്പി അഷ്റഫും രംഗത്തു വന്നു. ആലപ്പി അഷ്റഫിന്റെ മറുപടി ഇങ്ങനെ: 50 വർഷത്തിലേറെയായി ഈ രംഗത്തുള്ള വ്യക്തിയാണ് ഞാൻ. അനാവശ്യമായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് എന്റെ ശീലമല്ല. എന്നെ അറിയുന്ന ആരും അത് വിശ്വസിക്കുകയുമില്ല. എന്റെ കണ്ണുകളെ ഞാൻ വിശ്വസിക്കരുതെന്നാണോ താങ്കൾ പറയുന്നത്? താങ്കൾ എത്ര കല്ലുവെച്ച നുണ വിശ്വാസയോഗ്യമായി അവതരിപ്പിച്ചാലും സത്യത്തിന്റെ ഒരു കണികയെങ്കിലും അവർക്കിടയിൽ ഒളിച്ചിരിപ്പുണ്ടാവുമെന്ന വസ്തുത ഓർമ്മിക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സംഭവം മറ്റൊരു തരത്തിൽ ആവർത്തിക്കുകയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. സൗഹൃദ സദസ്സുകളിലൊന്നിലുണ്ടായ ക്ഷണികമായ ഒരു കൊമ്പുകോർക്കൽ കയ്യാങ്കളിയോളം എത്തി. കരണക്കുറ്റിക്ക് അടികൊടുക്കൽ ഒഴിവാക്കി വെള്ളപൂശി. അതിനെ നിസാരവൽക്കരിക്കാൻ താങ്കൾക്ക് കഴിയുമായിരിക്കും. കാരണം കരണം പുകഞ്ഞത് താങ്കളുടേതല്ലല്ലോ. താങ്കളുടെ വരികൾ സഭ്യതയുടെ അതിര് കടക്കുന്നുവെന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് അത് തിരുത്തിയതും ഒരു കയ്യാങ്കളിയുടെ വക്കുവരെ എത്തിയതും. ഒടുവിലെന്ന വയോധികന്റെ കർണത്തടിച്ച് അദ്ദേഹത്തെ തിരുത്താൻ താങ്കളുടെ ഗുരു ആര്? ഏഴാം തമ്പുരാനോ? ഒടുവിൽ സഭ്യതയുടെ ഏത് അതിരുകളാണ് ഭേദിച്ചത്? അതൊന്ന് വ്യക്തമാക്കാമോ? എന്റെ ഗുരുവും സുഹൃത്തും സഹോദരനും എല്ലാമാണ് രഞ്ജി. അത് ഏത് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം ഇരയായാലും അങ്ങനെ തന്നെയാണ്. ഇത് താങ്കളുടെ വരികളാണ്. ഒന്നുകൂടി വായിച്ചു നോക്കൂ. എത്ര മ്ലേച്ഛമാണ് ഈ വരികൾ! എത്ര അപഹാസ്യമാണ് താങ്കളുടെ വാക്കുകൾ! ഏത് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം ഇരയായാലും എന്നുവെച്ചാൽ ഇനി ഏതറ്റം വരെ അയാൾ പോകണം? രഞ്ജിത്തിന്റെ ഔദാര്യം ആവോളം പറ്റിയിട്ടുണ്ട് താങ്കളെന്ന് എനിക്കറിയാം. ആദ്യമായി സംവിധായക കുപ്പായമണിഞ്ഞ അമ്മക്കിളിക്കൂട് തൊട്ട് അങ്ങനെ പലതും. അതിന് അയാൾ ചെയ്ത എന്തും ന്യായീകരിക്കുമെന്ന താങ്കളുടെ ഈ വാക്കുകളിലൂടെ സ്വയം അപഹാസ്യനാകുകയാണെന്ന് താങ്കളെന്ന് അറിയുക. സിനിമകളില്ലാതായി കഴിയുമ്പോൾ വാർത്തകളുടെ ലൈംലൈറ്റിൽ തുടരാൻ വേണ്ടി ചില സിനിമാ പ്രവർത്തകർ നടത്തിപ്പോരുന്ന യൂട്യൂബ് ചാനലുകൾ. ഒരു കാര്യം മനസ്സിലാക്കുക. താങ്കളുടെ മാത്രം മ്ലേച്ഛമായ ചിത്രകഥകൾ മാത്രം മതി ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ. സിനിമ ചെയ്യാത്തവർക്ക് പ്രതികരണശേഷി പാടില്ല എന്ന താങ്കളുടെ കണ്ടെത്തൽ അപഹാസ്യമാണ്. ഏറ്റവും കൗതുകം തോന്നിയത് താങ്കളുടെ ഈ വാക്കുകളാണ്. ഒരു ചെറിയ സംഭവമാണ് സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടകാത്മക വാർത്തയായി ശ്രീ അഷ്റഫ് അവതരിപ്പിക്കുന്നതെന്ന്. പത്മകുമാർ ഈ സാംസ്കാരിക കേരളം എന്ന വാക്കൊക്കെ ഉച്ചരിക്കാൻ താങ്കളെപ്പോലെ ഒരാൾക്ക്, അതും ആൺപെൺ ഭേദമന്യേ പീഡിപ്പിച്ചു നടക്കുന്നവരുടെ പുഷ്ടം താങ്ങി നടക്കുന്ന താങ്കളെപ്പോലെയുള്ളവർക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് ജനം വിലയിരുത്തട്ടെ. ആറാം തമ്പുരാന്റെ സെറ്റിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനും രഞ്ജിത്തും തമ്മിൽ നിർദോഷമായ ഒരു തമാശയുടെ പേരിൽ കയ്യാങ്കളിയുടെ വക്കോളമെത്തിയെന്ന് സ്വയം പ്രഖ്യാപിത ശിഷ്യൻ തന്നെ സമ്മതിക്കുന്നു. ആ സെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചുവെന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന പത്മകുമാറിന്റെ ഗതികേടിൽ തികഞ്ഞ സഹതാപം മാത്രം. സ്വന്തം ഗുരുവിനെ വെള്ളപൂശാൻ ലോഡ് കണക്കിന് വൈറ്റ് സിമന്റ് വേണ്ടിവരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഗുരു മാത്രമല്ല, ശിഷ്യനും ഒട്ടും പുറകിലല്ല എന്നെനിക്കറിയാം. ആ കഥകളൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കല്ലേ താങ്കൾ? ആലപ്പി അഷ്റഫ് തുറന്നടിക്കുന്നു.